സ്കൂളൊക്കെ തുറന്നില്ലേ? കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് അര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഏലക്കേക്കാളും ടേസ്റ്റ് കറുവപ്പട്ട പൊടിച്ചത് ഇതിൽ ചേർക്കുമ്പോഴാവും ട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴമൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. ഒരു വശം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി അതേപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഉടയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ്, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ പിസ്ത, ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് പൗഡർ അതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണയൊക്കെ ഊറി വരും. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് പൗഡർ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ.